നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഗസയിലെ ആക്രമണം അത് ഉടൻ നിർത്തണമെന്നിപ്പോൾ ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുകയാണ്. ഹമാസും സമാധാനത്തിനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ട്രംപ് ഇതിനു മുമ്പും പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യത്തെ ഈ ഒരു പ്രസ്താവന ഇതിന് ചില പ്രത്യേകതകളുണ്ട്. അത് വെറുതെ പറയുന്ന കാര്യമല്ല. ഇപ്രാവശ്യം ട്രംപ് നേരിട്ടാണ് ഇസ്രയേലിനോട് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്, അതായത് യുദ്ധം നിർത്തണമെന്ന്. നമുക്കറിയാം, പലപ്പോഴും അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഇസ്രയേലിനെ പിന്തുണച്ചിട്ടുണ്ട്. ഇസ്രയേലിനെ സംബന്ധിച്ച് അമേരിക്കയുടെ പിന്തുണ അല്ലെങ്കിൽ ട്രംപിന്റെ പിന്തുണ അത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ അത് അമേരിക്കയിൽ നിന്ന് വരുന്ന സഹായങ്ങളെ ആശ്രയിച്ചാണ് ഉള്ളത്. പല റിപ്പോർട്ടുകളും പല ന്യൂസ് ചാനലുകളും പറയുന്നത്. എന്നാൽ ഇതുവരെയുള്ള ഒരു ഇസ്രയേലിൻ്റെ ചെയ്തികൾ നമ്മൾ പരിശോധിച്ചാൽ ട്രംപിൻ്റെ ഈ ഒരു നിർദ്ദേശം ചിലപ്പോൾ തള്ളിക്കളയാനും സാധ്യതയുണ്ട്. ഇതുവരെ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലി ഒരു റെസ്പോൺസും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ സൈനിക ആക്രമണം, ഗസയിൽ നടത്തുന്ന സൈനിക ആക്രമണം നിർത്തിവെച്ചിട്ടുണ്ട് എന്നൊരു സൂചന അവിടെ നിന്ന് വരുന്നുണ്ട്. അവിടെ നിന്നുള്ള സൈനിക നേതൃത്വമാണ് ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുന്നത്. അതുപോലെ തന്നെ ബന്ദി കൈമാറ്റത്തിന് സജ്ജരായി നിൽക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയതായി സൂചനകൾ വരുന്നുണ്ട്. വീണ്ടും പറയുന്നു, ഇത് സംബന്ധിച്ച് ആരും കൺഫേം ചെയ്തിട്ടില്ല. ഒഫീഷ്യലി ആരും കൺഫേം ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. ഹമാസ് നേതൃത്വം പറയുന്നത് സമാധാന ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ഇതൊരു നല്ല സൂചനയായിട്ട് തന്നെയാണ് പല വിദഗ്ധരും കണക്കാക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഇസ്രയേൽ നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇസ്രയേൽ ആക്രമണം നിർത്താനായിട്ട് സാധ്യതയുണ്ട്. ഹമാസ് ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് പറയുമ്പോൾ അത് മിഡിൽ ഈസ്റ്റിൽ ഒരു പക്ഷേ സമാധാനം, താൽക്കാലികമായിട്ടെങ്കിലും സമാധാനം കൈവരുമെന്നാണ് പലരും വിലയിരുത്തുന്നത്. എന്നാൽ ഇസ്രയേലി സർക്കാരിനുള്ളിൽ തന്നെ ട്രംപിൻ്റെ ഇത്തരമൊരു നിർദ്ദേശത്തിന് പലരും പല രീതിയിലാണ് അതിനോട് പ്രതികരിക്കുന്നത്. ചിലർ അനുകൂലമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്, ചിലർ അതിനെതിർത്തും പ്രതികരിക്കുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ പറയുന്നത്. ഒറ്റ ദിവസം കൊണ്ട് പ്രശ്നമൊന്നും തീരില്ല. എന്നിരുന്നാലും ഇതൊരു തുടക്കമായി കാണാൻ സാധിക്കുക തന്നെ ചെയ്യും. ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അത് നിർത്തണമെന്നുണ്ട്. ഇസ്രയേലി പലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഈ ഒരു വിഷയം ഒരു പരിധിവരെയെങ്കിലും ട്രംപിന് പരിഹരിക്കാൻ സാധിച്ചാൽ അത് ട്രംപിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ട്രംപ് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, സമാധാനത്തിനുള്ള നോബൽ അത് തനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന രീതിയിൽ പലതവണ ട്രംപ് തന്നെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ലോകത്തിന് മുമ്പിൽ താനാണ് സമാധാന നായകൻ എന്നൊരു പ്രതീതി വരുത്തി തീർക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവന്നിട്ടുള്ള നേതാക്കൾക്ക് ഇതിനു മുമ്പും നൊബേൽ കിട്ടിയിട്ടുണ്ട്. 1994 യാസിർ അറാഫാത്തിന് അതുപോലെ നിരവധി ലോക നേതാക്കൾക്ക് ഇതുപോലെ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ട്രംപിനെ എതിർക്കുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. ട്രംപ് സംഘർഷങ്ങൾ വളർത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പലപ്പോഴായി നടത്തിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇറാൻ അതുപോലെ തന്നെ നോർത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ട്രംപിൻ്റെ പരാമർശങ്ങൾ ഒരിക്കലും സമാധാനം കൊണ്ടുവരുന്നതല്ല എന്നാണ് അവർ പറയുന്നത്. എന്നിരുന്നാലും ട്രംപിൻ്റെ ഇത്തരം കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് അതിന് ഇസ്രയേൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതെല്ലാം തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ അത് പോസിറ്റീവാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വേൾഡ് മീഡിയ എല്ലാം പറയുന്നത് മിഡിൽ ഈസ്റ്റ് താൽക്കാലികമായെങ്കിലും ശാന്തമാകുമെന്നും ഗസയിൽ സമാധാനം കൈവരുമെന്നുമാണ് മീഡിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആകട്ടെ. ഗസയിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും ആ മേഖലയിൽ ഉൾപ്പെടെ സമാധാനം കൈവരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നമസ്കാരം.